കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെയും ഇപ്പോഴുള്ള സമയം, തൊഴിൽപരമായ അവസ്ഥകൾ, സാമ്പത്തിക സ്ഥിതി, വീട് സംബന്ധമായ കാര്യങ്ങൾ, വിവാഹം, ഇതൊക്കെ ഒന്ന് പറയുകയാണ്. ആദ്യമായി അശ്വതി നാളുകാരുടെ ഇപ്പോഴത്തെ സമയം ചിന്തിക്കാം. 10ാം ഭാവത്തിൽ വ്യാഴവും ശനിയും യോഗം ചെയ്ത് നിൽക്കുകയാണ്. അശ്വതി നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ സമയമെന്ന് പറയേണ്ടതായിട്ട് വരും. 10ലെ വ്യാഴശനി യോഗം അത്ര നല്ലതല്ല. തൊഴിൽപരമായിട്ട് ചില പ്രതികൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് നടക്കണമെന്നില്ല. ജോലിക്ക് വേണ്ടിയുള്ള പരിശ്രമം തുടരുക. ചിലപ്പോൾ ഒരല്പം കാലതാമസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ കർമ്മ മണ്ഡലത്തിൽ പ്രതികൂലമായ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. കച്ചവടങ്ങൾ ചെയ്യുന്നവർക്കും മറ്റും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോഴുള്ളതിൽ നിന്നും വലിയ മാറ്റമില്ലാതെ തുടരും. പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തണം. അശ്രദ്ധയോടുകൂടിയ ചെലവുകളും മറ്റും കൂടുതൽ ബാധ്യത വരുത്തി വെക്കാൻ സാധ്യതയുള്ള സമയമാണ്. കച്ചവടക്കാർ വളരെ സൂക്ഷിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ്. നിങ്ങളുടെ വീടിൻ്റെ സ്ഥിതി നന്നായി വിലയിരുത്തുന്നത് ഗുണം ചെയ്യും. വീടിൻ്റെ ശാസ്ത്രീയമായ കിടപ്പ്, അളവുകൾ, അവിടുത്തെ ഭൂമിയുടെ പ്രത്യേകത, ഇതെല്ലാം ഒന്ന് ചിന്താവിഷയമാക്കുന്നത് നന്നായിരിക്കും. ഗൃഹനിർമ്മാണം നടത്തുന്നവർ അധികം പാഴ്ചെലവ് ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയവും കൂടെയാണ് ഇത്. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ വശങ്ങളും നന്നായി ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യണം. വിവാഹാദി വിഷയങ്ങളിൽ വളരെ പ്രതീക്ഷിക്കുന്ന പുരോഗതി ഉണ്ടാകണമെന്നില്ല. വിവാഹ അന്വേഷണം തുടരുക. ശ്രദ്ധയോടുകൂടി അത് സംബന്ധിച്ച കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഏതാനും മാസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ രാശിയിൽ അനുകൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതാണ്. നവംബർ മാസം കഴിഞ്ഞ് ആ സമയത്ത് തൊഴിൽപരമായിട്ടും ഗൃഹ സംബന്ധമായിട്ടും സാമ്പത്തിക കാര്യങ്ങളിലുമെല്ലാം ഇപ്പോഴുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട മാറ്റങ്ങൾ ഉണ്ടാകും. വിവാഹ വിഷയത്തിൽ തീരുമാനമാകാവുന്ന ഒരു സന്ദർഭവും കൂടിയാണ്. എന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ശരിയായ രീതിയിൽ പരിശോധിച്ച് ഉചിതമായ പ്രതിവിധി ചെയ്യുന്നത് നന്നായിരിക്കും.